സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും വേദനയാണ്. അപ്പൊ വേദന എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മാഷ് ഇങ്ങനെ വന്നിട്ട്, അതെ, വേദയ്ക്ക് വേദയുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശമുണ്ട്. അവരവർക്ക് അവരവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതിൽ ആരും കൈ കടത്തേണ്ടതില്ല. അവൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്തോട്ടെ. അതിന് ഇവിടെ ആരും അതിനെ എതിർക്കാൻ നിൽക്കണ്ട എന്ന് തന്നെ മാഷു പറഞ്ഞു. അതുകൊണ്ട് വേദയുടെ തീരുമാനത്തിൽ ചോദ്യം ചെയ്യാനോ ഈ കാര്യം ഇനി ഇവിടെ സംസാരിക്കാനോ പാടില്ല. ഇവിടെ ഇനി ഒരു ചർച്ച വേണ്ട എന്ന് തന്നെ മാഷ് എല്ലാവരുടെ മുൻപിലും പറഞ്ഞു. അപ്പൊ കമല ഒന്നും മിണ്ടിയില്ല. വേദ കുട്ടി, നീ നിന്റെ മുറിയിലേക്ക് ചെല്ലിരിക്കുക എന്ന് വേദയോട് ഇങ്ങനെ പറയാണ്. കുട്ടി നീ ചെന്നോ. അപ്പൊ നന്ദിനിക്കും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മാഷ് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ കുറച്ചു നേരം വേദ ഇങ്ങനെ നോക്കി. അപ്പൊ കമല ചെന്നിരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ വേഗം തന്നെ കുറച്ചു നേരം വേദ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് ശേഷം അപ്പുറത്തേക്ക് മാറി നിന്നിട്ട്, അമ്മേ, ഇപ്പൊ കരയുന്നതിന്റെ ഇരട്ടി ഇനിയും കരയേണ്ടി വരും എന്നറിയാവുന്നത് കൊണ്ടാ. അത് അമ്മയ്ക്ക് ഒരിക്കൽ മനസ്സിലാവും ഞാൻ ചെയ്തതിലെ ശരി എന്താണെന്ന്. അമ്മ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേദ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആളങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണുന്നത് വാസവനെയാണ്. അപ്പൊ വാസവൻ നേരെ ശ്രീകാര്യം ശ്രീനിവാസന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശ്രീനിവാസ, ഞാനാണ് വാസവൻ. എന്താടോ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോ എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. പറയാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നീ കണ്ടെത്തിയ അടവായിരുന്നു അല്ലേ ഇത് എന്ന് ചോദിച്ചു. തെറ്റായി പോയി ശ്രീനി, ഇതിനെ നീ അനുഭവിക്കും. എന്റെ പൊന്നോ, തെരഞ്ഞെടുപ്പിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനോ? ഞാൻ എന്തിന് നിങ്ങളുടെ മകനെ ആക്രമിക്കണം? എന്നാ പിന്നെ അവനുമായിട്ട് അവൻ അനുഭവിക്കുന്നത് അവൻ ചെയ്തതിനുള്ള ശിക്ഷയാ. എന്റെ മകനെ ശിക്ഷിക്കാനായിട്ട് നീ ആരടാ എന്ന് ചോദിച്ചു. അവനല്ല, നിനക്കുള്ള ശിക്ഷയും ചിലപ്പോ ഞാൻ വിധിച്ചു എന്നിരിക്കും. ശ്രീനി, ചാവി കൊടുത്താല് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു തല്ലി പൊളിച്ചക്കാൻ കയ്യിലുണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കരുത്. അവൻ ഒരിക്കലും ഇനി പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. അവനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വാസവ എന്ന് പറഞ്ഞു. ഏതായാലും നീ ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, നിന്റെ മകന്റെ വൃത്തി കണ്ട് കൊടുത്ത പണിക്ക് അവൻ അകത്ത് കിടക്കാതെ ഇത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ അങ്ങനെ അവൻ പുറത്ത് വന്നാൽ അവൻ പൊതിച്ചു മൂടി പുറത്ത് കിടക്കുള്ളൂ. അത് പറഞ്ഞില്ലാന്ന് വേണ്ട. അത് വാസവൻ അമ്മയുടെയും അവസാന ദിവസമായിരിക്കും. അതും കൂടി മറക്കണ്ട എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ഇങ്ങനെ പറയുകയും ചെയ്തു. ഉണ്ടായിരുന്നു ജോസഫിനെ ഇങ്ങനെ വിളിച്ചിട്ട്, ജോസഫെ, വിക്രത്തിനൊപ്പം നമ്മൾ എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടാവണം. ശരി സർ എന്ന് ജോസഫ് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് തീരുമാനിക്കുന്നത്. അപ്പൊ അതേണ്ട നമ്മുടെ വേദ ദൈവത്തിന് മുന്നിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ആള് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ഭഗവാനെ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ മനസ്സിനെ നീ അത് ബോധ്യപ്പെടുത്തി തരണേ. വിക്രം പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും അവര് വെറുതെ വിടില്ല എന്ന് ഉറപ്പാണ്. എനിക്ക് വിക്രത്തിനെ ഓർത്ത് നന്നായി പേടിയുണ്ട്. വിക്രമിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ സാക്ഷി പറഞ്ഞത്. പിന്നെ ജയിലിലായാലും അവിടെ ജീവനോടെയെങ്കിലും ഉണ്ടാവുമല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞാണ് വേദ സങ്കടപ്പെടുന്നത്. പക്ഷെ വേദയുടെ സങ്കടം ഇവരാരും മനസ്സിലാക്കുന്നതേ ഇല്ല കേട്ടോ. വിക്രത്തിനെതിരെ സാക്ഷി പറയുന്നതിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒതുങ്ങിയാൽ ഞാൻ തന്നെ വിക്രത്തിന് വേണ്ടിയിട്ട് അപ്പീലിന് പോയിക്കോളാം. ഭഗവാനെ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിന്ന് വേദ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയെയും അതുപോലെ തന്നെ വിനായകനെയാണ്. നന്ദിനി ഇങ്ങനെ കുറെ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. വിനയേട്ടാ, നിങ്ങളെന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എന്താലോചിക്കാനാടി, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. അവൻ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതെ, ശരിക്കും പറഞ്ഞാല് വേദ ശരിക്കും മൊഴി മാറ്റിയാൽ ചിലപ്പോ പുറത്തിറങ്ങിയേക്കും. അവള് മൊഴി മാറ്റുമോ? അത് ഞാൻ എങ്ങനെ പറയാനാ? ഇല്ല, ഞങ്ങള് എല്ലാവരും കാല് പിടിച്ചിട്ട് പോലും സമ്മതിക്കാത്തല്ലേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കോ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിൽ പറഞ്ഞ അതേ മൊഴിയില് വേദ കോടതിയിൽ ഉറച്ചു നിൽക്കുകയും ആ എംഎൽഎയുടെ മകൻ ആശുപത്രി കിടന്ന് തട്ടിപ്പോവുകയും ചെയ്താൽ വിക്രമനെ രക്ഷിക്കാൻ ഒടയതമ്പുരാൻ നേരിട്ട് വന്നാൽ പോലും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അതെ, ഇനി അഥവാ വേദ കൂറുമാറുകയും ആ ചെക്കൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാലും അവന് പ്രശ്നമാണ്. നിങ്ങളൊന്ന് തെളിച്ച് പറയേണ്ട വിനേട്ട. എടി, ഒരു കാര്യമുണ്ടേ,
അതെന്താണെന്നറിയോ, രക്ഷപ്പെട്ടാലും ആ ചെറുക്കൻ ഇനി പഴന്തുണി പോലെ ഒരിടത്ത് കിടക്കും. ഒന്നുമല്ലെങ്കിൽ കയ്യും കാലും അനക്കാൻ പറ്റാതെ വീൽ ചെയറിലാവും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയിൽ എന്നാവും. അങ്ങനെ ഒരു കേസിൽ ആ MLA അവനെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ തോന്നുന്നത് വേദ ആ മൊഴി കൊടുത്തത് ആ സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയാ. അപ്പോ വിക്രത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അല്ലേ? എന്നാലും പുറത്തു വരാതെ കുറെ കാലം കഴിയുമല്ലോ. അതെ, നിനക്കെന്താടി അവനെ ഒഴിവാക്കാൻ ഇത്രയും താല്പര്യം? നിനക്ക് വേദ ഒഴിഞ്ഞാ പോരെ? നെയ്യപ്പം തിന്നാലും രണ്ടുണ്ടല്ലോ വിനയേട്ട ഗുണം. വിക്രം ജയിലിലായ പിന്നെ അവൾ എന്താണേലും ഇവിടെ നിൽക്കില്ല. അവൾ എന്താണേലും വീട്ടിലേക്ക് പോകും, അത് ഉറപ്പാ. അതിനുശേഷം ആ സമയത്ത് ഈ വീടിന്റെയും അച്ഛവന്റെ തറവാടിന്റെയും ഭാഗവെപ്പിന്റെ കാര്യത്തിൽ നമുക്കൊരു എന്താ പറയാ തീരുമാനത്തിലെത്തണം. ഇത്തിരി കൂറുണ്ടെങ്കിലും ശിക്ഷ ഉറപ്പായാൽ അച്ഛന്റെ വിധം ഉറപ്പായിട്ട് മാറും. നാണക്കേടും അപമാനവും കാണും. മകനായി അംഗീകരിക്കാൻ അച്ഛൻ തയ്യാറാവില്ല, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ആ സമയം നോക്കി മുറുകെ പിടിക്കുന്നതിലാ നമ്മുടെ ഒരു മിടുക്ക്. ആ സമയത്ത് എന്തെങ്കിലും അവളെ നാണം കെടുത്താൻ എനിക്ക് കൊണ്ടുതരും. ആൾക്കാരുടെ മുൻപിൽ നാണം കെട്ട് ഇറങ്ങിപ്പോന്ന് എങ്ങനെയാണെന്ന് അവളും ഒന്ന് മനസ്സിലാക്കണമല്ലോ. നിനക്കെന്താടി എന്തോ വൈരാഗ്യം വെച്ച പോലെ സംസാരിക്കുന്നു? അങ്ങനൊന്നും ഇല്ല വിനയേട്ടാ, ചുമ്മാ തോന്നിയതായിരിക്കും. അവക്ക് എന്നോടും പുച്ഛമായിരുന്നല്ലോ, ഒരു വിലയുണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള തിരിച്ചടി. ആരാണ് നന്ദിനി എന്ന് അവളൊന്നും അറിയണമല്ലോ. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്ന വിശ്വത്തിനെയാണ്. അപ്പൊ വിശ്വ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേനും ശ്രീജ വന്നു. വിശ്വേട്ടാ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം മനസ്സിലാവുന്നില്ല വിശ്വേട്ടാ. എന്താ അത്? അല്ല, വേദ ഈ വീട്ടിലെ ആരുടെ കാര്യത്തിലാണെങ്കിലും അവള് നല്ല ശരിയുടെ ഭാഗത്ത് മാത്രമേ വേദ നിന്നിട്ടുള്ളൂ. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടോ അവളുടെ താല്പര്യങ്ങളുടെ വേണ്ടിയോ അവൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. എന്നും ഈ വീടിന് വേണ്ടി ചേർന്ന് പോകാനേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എന്തായിരിക്കും കാരണം? ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാനും അമ്മയും പറഞ്ഞിട്ടും അവള് വിക്രത്തിനെതിരെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് എന്തായിരിക്കും? അവക്ക് അവളുടെ ശരിയാതാന്ന് തോന്നുന്നുണ്ടാവും. നിനക്കറിയോ, മുമ്പ് വിക്രം ജയിലിൽ കിടന്ന കാലത്ത് ഒരു ദിവസം പോലും അച്ഛൻ മനസമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. ഇത്രയും വേദന ഉണ്ടെങ്കിൽ അച്ഛൻ എന്തിനാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് എന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിരുന്നു. പിന്നീട് നീ ധർമ്മവും വേറെ, സ്നേഹവും വാത്സല്യവും വേറെ എന്നാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇന്ന് വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ നിന്നപ്പോഴും അച്ഛൻ കൂടെ നിന്നതും അതുകൊണ്ടായിരിക്കും. വേദയാണ് ശരി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ. ഓരോരുത്തർക്ക് ഓരോ മനുഷ്യർക്കും ഓരോരുത്തരായ ന്യായം കാണും. വേദയ്ക്ക് വേദതായ ന്യായം, നമുക്ക് നമ്മുടേതായ ന്യായം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിനായകൻ എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ജോസഫും സജീവനും കൂടി നേരെ സ്റ്റേഷനിലേക്ക് വിക്രത്തിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. സർ, വിക്രത്തിനെ ഒന്ന് കണ്ടോട്ടെ. ഏത് വിക്രം എന്ന് ചോദിച്ചു. നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഇന്നലെ പ്രതികളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പ്ലീസ് സർ, ഒരു 10 മിനിറ്റ് മതി. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ CI അങ്ങോട്ടേക്ക് വന്നു. എന്താടോ? അല്ല സർ, കസ്റ്റഡിയിലുള്ള പ്രതിയെ കാണാനാണ് സർ. അപ്പൊ ഇവർ രണ്ടുപേരുടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സർ, ഒരു 10 മിനിറ്റ് മതി സർ, അത്രയും സംസാരിച്ചിട്ട് പോയിക്കോളാം. ശരി എടോ, ഇവര് ദേഹപരിശോധന നടത്തിയിട്ട് അകത്തേക്ക് വിടാം. 10 മിനിറ്റ് എടുക്കാവൂ. ശരി സാർ. അപ്പൊ ഇവര് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എടാ എന്ന് വിളിച്ചു. അപ്പൊ വിക്രം വേഗം എഴുന്നേറ്റ് വന്നിട്ട് അനിയൻകുട്ടൻ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്. കുഴപ്പമില്ലടാ, അവന്റെ 2 ദിവസം കഴിഞ്ഞാല് ആശുപത്രി വിടും. അവന്റെ കയ്യ് എന്ന് ചോദിച്ചു. അവന്റെ കൈ ഇനി അവന് അനക്കാൻ പറ്റില്ലടാ, അത് ഒരിക്കലും അനങ്ങില്ല എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കും സങ്കടമായി കേട്ടോ. വേണ്ടായിരുന്നോ, എനിക്ക് ധൈര്യത്തിന് നീ ധൈര്യമായിട്ടിരിക്കണമെന്നാ അനിയൻകുട്ടൻ പറഞ്ഞത്. എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല എന്നാ നീ അനിയൻകുട്ടനോട് പറയണം. നിനക്ക് പേടിയില്ല വിക്രം? ഞാൻ എന്തിനു പേടിക്കണം? തെറ്റ് ചെയ്തവൻ ഞാനല്ലല്ലോ. അത് കോടതിയിൽ നീ എങ്ങനെ തെളിയിക്കും? അതിന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ അച്ഛന്റെ കോടതിയിൽ തെളിഞ്ഞില്ലെങ്കിലും എനിക്ക് ഭയമില്ല സജീവേ. അതെന്താണെങ്കിലും മനസ്സിന്റെ കോടതിയിൽ അത് നന്നായി തെളിഞ്ഞിട്ടുണ്ട്, അത് മതി. ബാലൻ സാറിന്റെ മോള് എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ, പോലീസിനോടോ മറ്റോ ഒക്കെ ആത്മഹത്യാ ശ്രമം എന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അവരങ്ങനെയാ കേസ് എടുത്തിട്ടുള്ളതും. അങ്ങനെ തന്നെ മതി. അങ്ങനെ തന്നെ പോട്ടെ. ആളുകളുടെ മുൻപിലെങ്കിലും അവൾക്കൊരു പ്രശ്നമില്ലാതിരിക്കട്ടെ. നിനക്ക് വേണ്ടി ശ്രീനി സാറെ ഏതൊക്കെയോ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടടാ. അപ്പൊ ഒന്ന് ചിരിച്ചു.
നീ അങ്ങനെ ചിരിച്ചൊഴിഞ്ഞിട്ട് കാര്യമില്ല വിക്രം. ഒരു ഭാഗത്ത് വേദ എതിര് നിൽക്കുന്നത് MLA വാസവനും. കേസാണെങ്കിൽ ശങ്കർ നാരായണന്റെ കോടതിയിലും. ഒരിക്കൽ വിധി പറഞ്ഞ ആളയാള്. ഇപ്പൊ കിട്ടിയ അവസരം അയാൾ വെറുതെ കളയുമോ? അയാള് വിധിക്കട്ടെ സജീവേ. കൂടിപ്പോയ ജീവപര്യന്തം, അല്ലെങ്കിൽ വേണമെങ്കിൽ വധശിക്ഷ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ എന്തിനതോർത്ത് വിഷമിക്കണം? എടാ, ചായ കുടിക്കുമ്പോൾ ഉണ്ടായ വഴക്ക് കൊണ്ടാണ് ഈ കേസെന്ന കോടതിയിൽ വരാൻ പോകുന്നത്. പകരം ബാലൻ സാറിന്റെ മകളുടെ വിഷയം ഇതുമായിട്ട് കണക്ട് ചെയ്ത ശിക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇളവുണ്ടായാലോ? ഹേയ്, അരുത്. ഒരിക്കലും ആ വിഷയം ആരും മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞു. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ എല്ലാവരും കരുതിക്കോട്ടെ. ഇങ്ങനെ ഒരു വിഷയം മീഡിയ അറിഞ്ഞാൽ എന്താവൂന്ന് നിങ്ങൾക്കറിയാലോ. അതിജീവിത എന്നൊക്കെ പറഞ്ഞ് അവളെയും അവളുടെ കുടുംബത്തെയും അവൾ പുറം ലോകത്തിന് മുന്നിൽ കീറി മുറിക്കും. അത് വേണ്ട, ഇത് എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ മതി പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞ് ഇവർ യാത്രയൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയാണ്. അപ്പം ശങ്കർ നാരായണൻ എന്തോ കേസൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛന്റെ കേസ് കോടതിയിലാന്ന് തോന്നുന്നു വിക്രത്തിന്റെ കേസ് വരാൻ പോകുന്നതെന്ന് കേട്ടു, ശരിയാണോ? അതെ, അതിനിപ്പോ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പുറത്ത് സാവിത്രി അമ്മയും പത്മവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനിപ്പോ എന്താ? അല്ലച്ചാ, ഇതിലും നല്ലൊരു അവസരം നമുക്കിനി കിട്ടാനില്ല. എങ്ങനെയെങ്കിലും ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഈ ചാൻസ് ദൈവം നമുക്ക് തന്നതാ, ഇതൊരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു തരത്തിലും കുറച്ചു കാലത്തേക്ക് അവൻ പുറത്തു വരാൻ പാടില്ല അച്ഛാ. അപ്പൊ വേഗം വർഷ പറയാണ്, ഒരു 10 വർഷമെങ്കിലും അകത്ത് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം സാവിത്രിയമ്മ എഴുന്നേറ്റിട്ട്, വർഷയല്ലല്ലോ അതിന് കോടതിയിലെ വിധി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സാവിത്രിയമ്മ അങ്ങോട്ടേക്ക് വന്നു. കോടതിയിലെ വിക്രത്തിന് വേണ്ടി വാദിക്കാനും വക്കീലുണ്ടാവുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എങ്ങനെയാണ്? സപ്പോർട്ട് ചെയ്യുന്ന അല്ല ശ്രീകാന്തേ. എന്തെങ്കിലും പ്രകോപനമില്ലാതെ അങ്ങനെ വഴക്ക് നടക്കുവോ? കോടതിയിൽ അതും പ്രധാനമല്ലേ? അത് ശരിയാ. പക്ഷെ ഈ പ്രകോപനം എന്തായിരുന്നു എന്ന് അവൻ പോലീസുകളോട് പറഞ്ഞതാ. പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ബോധിപ്പിച്ചോളും. അവന് ചായ കുടിക്കാൻ പോകുമ്പോ ചായ ഗ്ലാസ് തട്ടിമറിച്ചിട്ടതിനാണ് ഇങ്ങനെ തള്ളിച്ചതച്ചതെന്ന്. അത് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞത് ഞാനല്ല, അവൻ തന്നെയാ. ആ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് കൊല്ലാൻ നോക്കിയതാ അയാളെ. അത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനൊരു ന്യായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും വേഗം നിൽക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ തല്ലിക്കൊല്ലാറാക്കുക, ഒരു കുറ്റബോധമില്ലാതെ പോലീസിലടങ്ങുക. അങ്ങനെയുള്ളവരെയാ ന്യായീകരിക്കാൻ നോക്കുന്നത്. വിക്രത്തിനെ വണ്ടിയടിച്ചു കൊല്ലാൻ നോക്കിയത് MLAയുടെ മകനല്ല, ദേ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവാ ശ്രീകാന്ത്. എന്നിട്ടും അവൻ ഇവനോടൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെ ആ ചെറുക്കനോട് പെരുമാറണമെങ്കിൽ അവൻ ചെയ്ത അപരാധം അത്ര വലുതായിരിക്കും. ആരെങ്കിലും പറയുന്ന കേട്ട് മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. ആ വിഷയത്തിൽ എനിക്ക് പങ്കില്ലാന്ന് ഞാൻ പറഞ്ഞതാ, അത് അച്ഛനും അറിയാം. അപ്പൊ ഒന്ന് നോക്കിയിട്ടോ, ഒന്നും മിണ്ടിയില്ല. പിന്നെ ആരെങ്കിലും തെറ്റിയതാ അവരെ ശിക്ഷിക്കാൻ അവനെന്താ അധികാരം? നിങ്ങളൊക്കെ അവൻ ആരാന്നാ കരുതിയിരിക്കുന്നത്? അപ്പൊ ശ്രീകാന്ത് നിന്ന് അലറി വിളിക്കാണ്, അച്ഛാ അവനൊരു സോഷ്യൽ ക്രിമിനലാ. പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അവനെ അകത്തിട്ടേ പറ്റൂ. ഒന്ന് നിർത്തോ എന്ന് ചോദിച്ച് ചാടി എഴുന്നേച്ചു. കഴിഞ്ഞോ? നിങ്ങളുടെ ഒക്കെ വാദിയും പ്രതിവാദവും ഒക്കെ പൂർത്തിയായെങ്കിൽ എനിക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചു ശങ്കർ നാരായണൻ. അവര് മിണ്ടാതെ നിൽക്കുകയാണ്. നീതിയും നിയമവും തെളിവുകളുമാണ് കോടതിയിൽ പരിഗണിക്കുന്നത്. അല്ലാതെ കുറ്റാരോപിതനായി ആര് വന്നാലും നിന്നാലും എന്റെ മുന്നിൽ അവരൊരുപോലെ ആയിരിക്കും. അത് വിക്രമായാലും അത് നീ ആയാലും എന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പൊ ശ്രീകാന്തിന്റെ കാര്യമൊക്കെ മനസ്സിലായി കേട്ടോ. ഇനി അതിന്റെ പേരില് തെളിവുകൾ സഹിതം വിക്രം തെളിവുകൾ കോടതിയിൽ തെളിഞ്ഞാൽ അവൻ ആ തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ ഉണ്ടാവും. അത് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, വീട്ടിലെ ആളുകളോട് ചർച്ച ചെയ്തിട്ടൊന്നും അല്ല. അത് മനസ്സിലായി നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്നിട്ട് മിണ്ടാതെ തന്നെ ശങ്കർ നാരായണൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ശ്രീകാന്തിനെ കിട്ടാനുള്ളതെല്ലാം കിട്ടി, വാങ്ങിച്ചു കൂട്ടിയിട്ട് ആളങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്ന മാഷിനെയാണ്. മാഷിന്റെ ഫോണിലേക്ക് നമ്മുടെ അമ്മണി അച്ഛമ്മ വിളിക്കുകയാണ്. സുധാകര, എന്തായി സുധാകര? എന്താവാനമ്മേ? വേറെ നേരിട്ട് കണ്ട കാര്യമല്ലേ? ആ കുട്ടി നുണ പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവള് പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും. പക്ഷെ എന്താ നമ്മുടെ കുട്ടിക്ക് പറ്റിയത്? അവൻ എന്ത് തെറ്റ് ചെയ്താലും അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് സ്ഥാപിക്കാനേ നിങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ളൂ.
ശരിയല്ലേ? അവന്റെ കാര്യത്തിൽ ഞാൻ ഒഴികെ എല്ലാവരും സ്വാർത്ഥരായിരുന്നു, അമ്മ അടക്കം. അവൻ അനുഭവിച്ചതും നിസ്സാരമായിരുന്നില്ലല്ലോ സുധാകര. അതവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ, അല്ലാതെ നമ്മുടെ ആരുടെയെങ്കിലും തെറ്റുകൊണ്ടാണോ? മതി, ഇനി അവനെ പറ്റി സംസാരിച്ചിട്ട് എന്തിനാ? അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. വേദയെ ബലം പ്രയോഗിച്ച് താലി കിട്ടിയപ്പോഴും അവന്റെ ജീവിതത്തിലേക്ക് അങ്ങനൊരു കുട്ടി വന്നു കയറിയാൽ നല്ലതെന്നേ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ. എന്താ, അവൻ ചെയ്തത് തെറ്റാണെന്ന് അപ്പോഴും നിങ്ങൾ വിമർശിച്ചില്ല? അങ്ങനെ ഒരു മിടുക്കിക്കുട്ടി വന്നത് അവന്റെ ഭാഗ്യമല്ലേ സുധാകര? അങ്ങനെ ഒരു മിടുക്കിക്കുട്ടി ആയതുകൊണ്ടാമേ അവള് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത്. എന്ന് ഇന്നിപ്പോ കണ്ട കാര്യം സത്യസന്ധമായി പറഞ്ഞപ്പോ അവൾ എല്ലാവർക്കും വേണ്ടാത്തവളായോ? അതെങ്ങനെ ശരിയാവും? വേദ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാ സുധാകര ഇത്. കാരണം നീയും ഞാനും ഈ ലോകം മുഴുവനും അത് ശരിയാണെന്ന് പറഞ്ഞാലും പക്ഷേ കമല അത് സമ്മതിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ടമ്മേ, എന്തിനാ ഇങ്ങോട്ട്? ഇതിനിടയിലേക്ക് ഇനി അമ്മ കൂടി വരണ്ട, ഞാൻ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സുധാകരൻ ഫോൺ വെച്ചു. അപ്പം രാത്രി ഫുഡും എടുത്തുകൊണ്ട് നമ്മുടെ ശ്രീജ പോവാ. എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും വേദ ഇതുവരെയും ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരി. അപ്പൊ അച്ഛൻ എങ്ങനെ പോവാൻ തുടങ്ങിയപ്പം അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ പലതവണ നിർബന്ധിച്ചു, പക്ഷെ ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, നീ ആ ഫുഡിങ് തന്നേരെ എന്ന് പറഞ്ഞു. അച്ഛാ, നീ വേദയ്ക്ക് വേറെ എടുത്തു കൊടുത്തോ? അതാ ഞാൻ പറഞ്ഞത്. അവസാനം ശ്രീജ അത് കൊടുത്ത ശേഷം അങ്ങ് പോയി. അപ്പം മാഷ് ഈ ഫുഡുമായിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് ചെന്നു. കമല എന്ന് വിളിച്ചു. അപ്പൊ കമലയ്ക്ക് വലിയ റിയാക്ഷനോസ് ഒന്നുമില്ല, ആളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. കമല, പണ്ട് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ തന്നെ ഇതേ അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? കരഞ്ഞ് തളർന്ന് ഒരു ദിവസം അത്താഴം കഴിക്കാതെ നീ കിടന്നിട്ടുണ്ട് അവന് വേണ്ടി, അവൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട്. അത് നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പൊ കമല ഒന്നും മിണ്ടിയില്ല. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.